ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക. ലൈവായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവുക. എല്ലാരും കാണട്ടെ, എല്ലാരും സന്തോഷിക്കട്ടെ. എന്റെ വിളക്കാണ് പോയത്. എടാ 100 രൂപ കൊടുത്തൊരു വിളക്ക് മേടിയിട്ട് അതിന് എന്തോടെ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത്? അവിടെ ഇരുന്ന് സന്തോഷിച്ചോടാ. ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് നീയൊക്കെ വീട്ടിൽ ഇരുന്ന് ലൈവായിട്ട് കാണും. ഈ വീടിന്റെ വെളിച്ചമല്ലേ പോയത്? വെളിച്ചം പോവും, അതിന് കറണ്ട് ചാർജ് അടയ്ക്കണം, അല്ലേ അവർ വന്ന് ഫീസ് ഊരിക്കൊണ്ട് പോകും. അത് നാട്ടുകടപ്പാണ്. പോടാതെണ്ടി. എന്റെ ദൈവം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേ. അയ്യോ, ചേട്ടന്റെ ഭാര്യ ഇറങ്ങിപ്പോയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഭാര്യ ആരെങ്കിലും ദൈവം എന്ന് പറയൂടാ? ഇത് എന്റെ ദൈവം. ആര്? എന്റെ ബ്രിജിത്ത് സാറ് ചാനലിൽ നിന്ന് ഔട്ടായി ഇറങ്ങിപ്പോയില്ലേ. ഇനി എനിക്ക് ജീവിച്ച് നിൽക്കണ്ട. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക. എന്റെ ബ്രിജിത്ത് സാറില്ലാത്ത ഈ ടി വി ഇനി ഈ വീടിനകത്ത് വേണ്ട. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക. കാണുന്നുണ്ടല്ലോ അല്ലേ? ചാകാൻ വരട്ടെ ചേട്ടാ. ചേട്ടന് ലൈവായിട്ട് ചാകണമെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ വിളിച്ച് പറഞ്ഞാ പോരെ. ചേട്ടൻ FB ലൊക്കെ ലൈവ് ഇടുന്നത്. അതാവുമ്പോ എന്റെ കൂട്ടുകാരെല്ലാരും ചാകാനും സമ്മതിക്കുക. എല്ലാം ഷൂട്ട് ചെയ്യടാ, എല്ലാം ഷൂട്ട് ചെയ്യടാ. ചേട്ടാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാ പോരെ, ഞങ്ങൾ ചെയ്യൂലേ. ചേട്ടൻ എന്താണ്, ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ശവസംസ്കാരം വരെ ഞങ്ങൾ ലൈവായിട്ട് ഇടും പോരെ. ബ്രിജിത്ത് സാറില്ലാത്ത ലോകത്ത് ഞാൻ ഇനി ജീവിക്കുന്നില്ല. ഓ, അതിനു വേണ്ടിയാണ് മരിക്കുന്നത്. ബ്രിജിത്ത് സാറിന്റെ ആരാധകനാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ലൈവാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രിജിത്ത് സാറ് പ്രോഗ്രാമിൽ നിന്ന് ഔട്ടായതിന് ആരാധകനായ ചേട്ടന്റെ പേര്? എന്റെ പേര് സതീഷ് ഇവിടെ ലൈവായിട്ട് തൂങ്ങി മരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ എന്നെ എല്ലാം അവിടെ കാണിക്കുക. അദ്ദേഹത്തിന്റെ ആത്മഹത്യയാണ് ഷൂട്ട്. ചേട്ടാ ചാവല്ലേ, കുറച്ചു പേരോട് കാണട്ടെ, വ്യൂവേഴ്സ് കൂടട്ടെ. എന്നിട്ട് മതി, ധൃതി പിടിക്കല്ലേ, നമുക്ക് സമയം കിടക്കല്ലേ. ലാഗ് അടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചാ. ലാഗ് കുഴപ്പമില്ല, ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്. എന്നാലും എനിക്ക് ചാകണം ചേട്ടാ. എനിക്ക് ഇനി പറ്റുന്നില്ല. എനിക്ക് ചാകാം. അതേപോലത്തെ മാനസിക അവസ്ഥയിലാണ് ഞാൻ. ഓക്കെ. അദ്ദേഹത്തെ പുറത്താക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു സാധനവും കവർ ചെയ്യാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ ലൈവാണ്, ലൈവ് പ്രോഗ്രാമാണ്. വേറെ നിങ്ങളുടെ ആര് പറഞ്ഞു മനുഷ്യ ടി വി എടുത്തറിയാൻ? പിന്നെ ബ്രിജിത്ത് സാറിനെ പുറത്താക്കിയതല്ലേ, അങ്ങനെ ആ ടി വി ഈ വീടിന്റെ അകത്ത് വേണ്ട. അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചത്. നിങ്ങൾക്ക് പൊട്ടിക്കണമെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്ന ടി വി എടുത്ത് പൊട്ടിക്കണം. ഒരു മിനിറ്റ്. ആരാണ് മനസ്സിലായില്ല? ഞാൻ നിങ്ങളുടെ ഭാര്യ. എന്താണ് പറയാനുള്ളത്? പറഞ്ഞോ. ഇദ്ദേഹത്തിന്റെ ആത്മഹത്യയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ചാവോ ചാവാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എന്റെ ടിവിക്ക് ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങൾ തന്നെ ഒന്ന് പറ, എന്ത് കാരണത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്? ശകല മുളക് ഇങ്ങനെ തേച്ചെന്ന് പറഞ്ഞ ഒറ്റ പ്രശ്നത്തിലില്ലേ? അതിനെക്കാട്ടിൽ എന്തോരം വൃത്തികേട് അതിന്റെ അകത്തുള്ളവർ കാണിക്കുന്നു. അവരെയൊക്കെ വേണ്ടി ആദ്യം പുറത്താക്കാനായിട്ട് പുള്ളിയുടെ കൈ തല്ലി ഒടിച്ചില്ലേ, വെള്ളത്തിൽ തള്ളിയിട്ടില്ലേ, അന്നേരം അവരെയൊക്കെ അല്ലേ ആദ്യം സമയം. ചേച്ചി ടിവിയെ കുറിച്ച് പറ. ഞാൻ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്ത് വെച്ചിരിക്കുന്ന ടി വി ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിച്ചത്. ഇങ്ങനെ പറഞ്ഞില്ലേ ആ സാറ് വെറുതെ എഴുതൊരു പെങ്കൊച്ചിന്റെ കണ്ണിൽ മുളകെടുത്ത് തേച്ചില്ലേ? അതെ, വിഷമുള്ള മുളക് പൊടിയൊന്നും അല്ലല്ലോ ഇട്ടത്. പുള്ളി സ്വന്തമായിട്ട് വീട്ടിൽ കൃഷി ചെയ്ത് വെള്ളം ഒടിച്ച് വളർത്തിക്കൊണ്ട് വന്ന ജൈവ പച്ചമുളകാണ് കണ്ണി തേച്ചത്. അതറിയോ? എന്തായാലും ഞാൻ നല്ല മുളക് പൊടിയിട്ട് നിങ്ങളുടെ കണ്ണി തേക്കും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കോ. ഒരു തീരുമാനമില്ല, പോയത് പോയി, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ആത്മഹത്യ ചെയ്യും. നിങ്ങൾക്ക് എന്താണ് ഇദ്ദേഹത്തിന്റെ ആത്മഹത്യയെ കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ചത്തോടെ എങ്ങനെ ചത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. അവള് പറയും, അവളത് പറയും. അതുകൊണ്ടാണ് ഞാൻ കേറിയിട്ട്. അല്ല, സമയമായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, നമുക്ക് വേണ്ടി നമ്മുടെ ലൈവിന് വേണ്ടി കുറച്ചു നേരം നിക്ക്. നിങ്ങൾ ഇങ്ങനെ ധൃതി പിടിച്ച് നിങ്ങൾ പിടിക്കില്ല. ഇനി ചടങ്ങും കാര്യങ്ങളും ഒക്കെ കിടക്കുക. നിങ്ങൾക്ക് ഇത് ലൈവ് ആയിരിക്കും, പക്ഷെ ഞങ്ങളുടെ ഇത് ലൈഫാ. അങ്ങോട്ട് മാർക്കേ തൂങ്ങും. നിങ്ങൾ കെട്ടി തൂങ്ങും. നിങ്ങളൊക്കെ ചാവണ തന്നെ നല്ലത്. നിങ്ങൾ കെട്ടി തൂങ്ങും. അല്ല പറയരുത്. അല്ലെങ്കിൽ ഒരു വണ്ടി ഒത്തിരി പറ. തൂങ്ങാൻ പറ്റിയെന്ന് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ ഒന്ന് കണ്ടു പറഞ്ഞേ ഉള്ളൂ. ഈ സാധനം ലൈവ് പോട്ടെ. എന്റെ പൊന്നെ, ഞാൻ ചത്ത് കഴിഞ്ഞ് ചടങ്ങുകളുള്ള ശവടക്ക്, അത് കഴിഞ്ഞ് അതൊക്കെ ഉള്ള വല്ലോനും വേണ്ടിട്ട് ചാവാനാണെങ്കിൽ നിങ്ങൾ ചാവും. വല്ലവർക്കും വേണ്ടിട്ടല്ലടി ഞാൻ ചാകുന്നത്. എനിക്ക് വേണ്ടപ്പെട്ട ആൾക്ക് വേണ്ടി ഞാൻ ചാകുന്നത്, അറിയോ? ഒരു മിനിറ്റ്, ഇനി ഞാനൊരു സത്യം പറയട്ടെ. നിങ്ങള് ബ്രിജിത്ത് സാറിന് വേണ്ടിയല്ലേ ചാവുന്നത്? സാക്ഷാൽ ബ്രിജിത്ത് സാർ ഇവിടെ വന്നാലോ? നിങ്ങളെ കാണാൻ വേണ്ടി സാക്ഷാൽ ബ്രിജിത്ത് സാർ ഇവിടെ വന്നാലോ?
അത് വരികയല്ലേ പുള്ളി? വരും, ചാനൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ വരാനാ? ഞങ്ങളുടെ വീട്ടിലൊന്നും പുള്ളി വരുത്തൊന്നുമില്ല. ഇല്ല, പുള്ളിക്ക് ഒരുപാട് ഫംഗ്ഷനും പുറത്തുള്ളതാ. ഇല്ലെന്ന്, നമ്മുടെ ചാനൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈവ് കണ്ടിട്ട് പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ആരാധന കാണാൻ നേരിട്ട് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി വന്നിട്ട് എനിക്ക് ടിവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഈ വീട്ടിൽ വരുമെന്നോ? ആ, ഈ വീട്ടിൽ വരും. അയ്യോ, ആ, ഏതാനും നിമിഷങ്ങൾക്കകം വരും. ഒരു മിനിറ്റ്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ സാർ അങ്ങനെ എത്തുമോ? നിങ്ങളെന്നെ വെറുതെ എത്തിയാ? ആ, വിട്ടോ ഇങ്ങോട്ട് വിട്ടോ. വന്നുണ്ട്. പൊന്നി സാറേ, ഒട്ടും ഞാൻ പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ സാറ് വരുമെന്ന്. സാറിനെ ചാനലിൽ നിന്ന് ഔട്ടാക്കിയത് കൊണ്ട് ഞാൻ മനന്നൊന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുമായിരുന്നു. അതെയല്ലേ സതീശ? ഓ, ആത്മഹത്യ ഭാവമാണ്. നമ്മളെ ദൈവം ഭൂമിയിലോട്ട് അയക്കുന്നത് എന്തിനാണെന്നറിയാവോ? സമൂഹത്തിന് നന്മ ചെയ്ത് അവരെ സഹായിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. കണ്ടോ. എന്തായാലും സാറ് ഞങ്ങളുടെ വീട്ടിൽ വന്നല്ലോ, ഈ കൊച്ചു ഭവനത്തിൽ വന്നല്ലോ, അത് വലിയ സന്തോഷമായി സാറേ. സാറേ ഇരിക്കും സാറേ. എന്നോട് എനിക്ക് സതീശനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തായിരുന്നു? ഈ ഉപഗ്രഹം കറങ്ങുന്ന പോലെ പെണ്ണുമ്പളുടെ പുറകെ കറങ്ങി നടക്കാതെ സ്വയം ഒരു ഗ്രഹമായിട്ട് ശോഭിക്കാൻ നോക്കും. ഇതെല്ലാം പണിക്ക് പോകാൻ നോക്കാൻ. പണിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് പണികൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് പണി ചെയ്യണമെന്ന് അറിയാൻ മേലായിരുന്നു. എന്തായാലും സാർ ഇപ്പൊ വന്ന സ്ഥിതിക്ക് ഒരു പണി ഇങ്ങനെ തുടങ്ങാമെന്ന് ആഗ്രഹിക്കുകയാണ്. അല്ലേ, അപ്പൊ ജീവിക്കാൻ പോകണ? ജീവിച്ചേക്കാ. ഇല്ല, ഇനിയിപ്പോ സാറ് വന്നല്ലോ, എനിക്ക് സന്തോഷമായി. അത് മതി. സാറിന്റെ ഭവനത്തിൽ വന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി ആത്മഹത്യ ചെയ്യുന്നില്ല. സാറ് കുറച്ച് നല്ല കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കണം. ശരി. ഇന്ന് ആത്മഹത്യയില്ല, വേറെ ദിവസത്തിന് മാറ്റി വെച്ചെന്ന് പറയാം. ചില സാങ്കേതിക കാരണങ്ങളെ അങ്ങനെ പറയാമല്ലോ നിങ്ങൾക്ക്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കോ? തീർച്ചയായിട്ടും. എന്റെ നമ്പറൊക്കെ അറിയാമോ? ഞാൻ വിളിച്ചോളാം, അവിടെ വന്നോളാം. നമ്മുടെ ചാനലിൽ സ്ക്രോളിങ് പോകണ്ട നമ്പർ. ആയിക്കോട്ടെ, ഒന്ന് വിളിച്ചറിയിച്ചേക്കണം. വിളിച്ചു പറയാം. ഇദ്ദേഹത്തിന്റെ മരണം ഒരു ആഘോഷമാക്കല്ലേ എന്റെ ചാനലിലെ? അതങ്ങനെയല്ലോ, ഈ പരകത്തമിഴല്ലോ വാഴ വെട്ടുന്നത്, അതേപോലെ ചാനലുകാർ. ചെല്ലുന്നാ, ഞാൻ ചാകുന്ന സമയം അറിയിച്ചോളാം. അന്നേരം വന്ന് എടുത്താൽ മതി. ആയിക്കോട്ടെ. ചെല്ലെന്തിയാ സാറി എനിക്ക് എടി സാറിന് കഴിക്കാനായിട്ട് ചായ കാപ്പി എന്തെങ്കിലും എടുത്തിട്ടോ കൂടിയോ? സതീശ, എന്ത് ബിസിനസ് ആണെന്നാണ് പറഞ്ഞത്? അല്ല സാറേ, സാറേ ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്കേ ഞാന് ഒരു പപ്പടത്തിന്റെ പരിപാടി അങ്ങ് തുടങ്ങിയാലോ എന്ന് അറിഞ്ഞു. പപ്പടം കുഴപ്പമില്ല. പപ്പടം അത് എന്റെ ഭാര്യ ഉണ്ടാക്കുന്നു, അവള് തന്നെ അത് വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ താനൊന്നും ചെയ്യല? അല്ല, ഞാൻ ഇവിടെ ഇരുന്ന് അവള് വിറ്റോണ്ട് വരുന്ന കാശ് എന്നെ റബ്ബർ ബാൻഡ് ഇട്ട് മാറ്റി വെച്ചാൽ മതിയല്ലോ. ഉത്തരവാദിത്തം ഉണ്ട് എനിക്ക്. ഉണ്ടല്ലേ? ഇതിനകത്ത് ഞാൻ എന്താ ചെയ്യണ്ട? അല്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കാണ്ടിരിക്കായിരുന്നു. ഞാനൊരു ചെറിയ സഹായം സാറിനോട് ചോദിക്കുകയാണ്. ഞാൻ ഈ പപ്പടം തുടങ്ങുമ്പോഴേ സാർ ഇങ്ങനെ പപ്പടം പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ ഈ പപ്പടത്തിന്റെ കവറിൽ, അയ്യോ കപ്പ വെച്ച സാറേ, കപ്പ വെച്ച സാറിന് പറമ്പിൽ തന്നെ ഉണ്ടായ കപ്പ. അപ്പൊ സാറ് പപ്പടം പിടിച്ചോണ്ടിരിക്കുന്ന ഒരു പടവേ ഈ പപ്പടത്തിന്റെ പാക്കറ്റ് ഞാൻ കൊടുത്തോട്ടെ? കൊടുത്തു. ഒരു പരസ്യത്തിന് കാര്യം, സാറിന് ഇഷ്ടംപോലെ പ്രേക്ഷകരുള്ളതാണല്ലോ. അവർ ഓരോരുത്തരും ഒരു പപ്പടം വെച്ച് വാങ്ങിച്ചാലും എനിക്ക് ലക്ഷക്കണക്കിന് പപ്പടം വിൽക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും അപ്പൊ തന്നെ എയർപോർട്ടിൽ കൊണ്ടിട്ട് അപ്പൊ തന്നെ ചൂടപ്പം പോലെ വിറ്റ് അറിയാം. പപ്പടമല്ലേ? സാറേ മീൻകറി മതിയോ? വേണ്ട, കാന്താരി മുളക് കരുതിയിട്ടുണ്ട്. നല്ല മുളക് കൈ കൊണ്ട് നടക്കുവാണ്. അപ്പൊ കറിയൊന്നും വേണ്ടേ? വേണ്ട. അപ്പൊ സാറിന്റെ ഫോട്ടോ ഒന്ന് ഞാൻ ഇട്ടോട്ടെ ഈ പപ്പടത്തിന്റെ കവറയില്ലേ? കുഴപ്പമില്ല. കാര്യം എനിക്കൊരു ജീവിതമാർഗ്ഗം ആകുക. ഇനിയിപ്പോ എന്തായാലും ഞാൻ ജീവിച്ചേ പറ്റുള്ളൂ, മരിക്കുന്നില്ല. സാറ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിയത്. ഓക്കെ സാർ, കപ്പ കഴിക്കേ. മുളകെടുത്ത് കപ്പ കഴിക്കാം. കഴിക്കാം സാറേ. കുഴപ്പമില്ല. എടി ചായയും കൂടെ എടുത്തോ കേട്ടോ. ചായ എടുത്തു. എങ്ങനെയുണ്ട് സാറേ? സൂപ്പർ. അതെ, പുറത്തുനിന്ന് കൊണ്ടുവന്നല്ല, നമ്മുടെ പറമ്പിൽ തന്നെ ജൈവവളമൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്തതാ. എരിവുള്ള കാന്താരി മുളക്. ഓ, പിന്നെ പറ വേറെ വിശേഷങ്ങളൊക്കെ. ഈ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും എന്റെ ഒരു ബാൻഡ് വെച്ച് നല്ല ലാഭം കിട്ടും. തീർച്ചയായിട്ടും. സാറിന് അതേപോലെ ആരാധകരുണ്ടല്ലോ. ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പപ്പടം തന്നെ തുടങ്ങാന്ന് വെച്ചത്. അപ്പം അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എങ്ങനെ? ഞാൻ ന്യായത്തിന്റെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ. അത് വേണോ? എനിക്കറിയാമല്ലോ, നമ്മൾ പരിപാടി കണ്ടോണ്ടിരുന്നല്ലേ, ന്യായത്തിന്റെ ഭാഗത്തായിരുന്നല്ലോ എപ്പോഴും. അപ്പൊ പപ്പടം വെക്കുന്നു, അതിൽ എനിക്കെത്ര തനിക്കെത്ര? എനിക്ക് 2 പിള്ളേരാണ്, ഒരാണും ഒരു പെണ്ണുമാണ്. സാറിന് എത്രയാന്ന് പറഞ്ഞാൽ മതി. അല്ല, അതല്ലേ ചോദിച്ചത്. ഈ ബിസിനസിന്റെ ലാഭം തനിക്കെത്ര എനിക്കെത്ര? ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാവുള്ളൂ. ബിസിനസിന്റെ ലാഭം എനിക്കെത്ര? അല്ല, ഇനി സാറിന് എന്തിനാ ഞാൻ തരുന്ന ലാഭത്തിന്റെ വിഹിതം? ഞാനാണല്ലോ പപ്പടം ഉണ്ടാക്കുന്നത്, എന്റെ ഭാര്യയാണല്ലോ അത് കൊണ്ടുവന്ന് വിൽക്കുന്നത്. അപ്പൊ കാശ് കിട്ടേണ്ടത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് തന്നെയല്ലേ. അപ്പൊ അതിന്റെ ഒരു വീതം സാറിന് തരേണ്ട കാര്യമില്ലല്ലോ. അല്ല, എന്റെ പരസ്യത്തിൽ ഞാനല്ലേ എന്റെ ഫോട്ടോ വെച്ചിട്ടല്ലേ ഈ പരസ്യം ഈ കച്ചവടം പിടിച്ചത്. അല്ല സാറേ, സാർ ഇങ്ങനെ ഒരു പപ്പടം പിടിച്ചോണ്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ ഇതിന്റെ പുറകിൽ വേറെ അധ്വാനം ഒന്നുമില്ല. അധ്വാനം കംപ്ലീറ്റ് ഞങ്ങൾക്കല്ലേ. അപ്പൊ ഞങ്ങൾക്കല്ലേ എന്റെ ലാഭവിഹിതം കിട്ടണ്ടേ? അത് ശരിയല്ല, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നത് സംസാരിക്കുള്ളൂ. ഞാൻ 10-26 രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് അവിടേക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവർക്ക് പപ്പടം വാങ്ങിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ വരുന്നത് ശരിയല്ലേ? അത് വരും. എന്നാലും ലാഭവിഹിതം എന്തിനാ സാറേ തരുന്നത്? ലാഭവിഹിതം ഒരു ന്യായത്തിന്റെ ഭാഗത്ത് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ കോടിക്കണക്കിന് രൂപ കിട്ടുമ്പോൾ അതിന്റെ ഒരു ന്യായമായ വിഹിതം എനിക്ക് തരണ്ടേ? അത് പറ്റിയല്ലേ സാറേ? അത് ശരിയാത്തില്ല, അത് നടക്കില്ല.
തരത്തില്ല. അങ്ങനെ ലാഭവിഹിതം ഒന്നും തരാൻ പറ്റിയല്ല. കാര്യം ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന് ആ ലാഭം ഞങ്ങൾക്കല്ലേ കിട്ടേണ്ടത്. മൊത്തത്തിൽ നിങ്ങൾ എടുക്കും. ഞങ്ങൾ എടുക്കും. അപ്പൊ എനിക്കൊന്നും എങ്ങനെയാ സാറേ തരുന്നത്? അത് ശരിയാകത്തില്ലല്ലോ സാറേ. അങ്ങനെ നമ്മള് അങ്ങോട്ട് വിസിൽ എന്നെ വെട്ടിച്ച് അങ്ങോട്ട് നടത്തിയിട്ട് ഓടി വാടി. അയ്യോ അയ്യോ എടി എടി ഓടി വാടി. എന്റെ കണ്ണിന്റെ അകത്ത് മുളക് തേച്ചു ഇറങ്ങി പോയ പുള്ളിക്കാരൻ. അയ്യോ എന്റെ കണ്ണിൽ മുളക് ചമ്മന്തി തേച്ചും പോയി ഇറങ്ങി. ഇവിടെ ഇരുന്ന് പിടിച്ചിട്ട് സാറ്. അയ്യോ പോച്ചിലേ. അയ്യോ എന്തായാലും നന്നായി. സാറിന് വേണ്ടിട്ട് ചാവാൻ നടന്ന ആളല്ലേ. എടി നല്ലപോലെ പുകയുന്നടി. പോകട്ടെ. മുളക് പൊടിയൊന്നും അല്ലല്ലോ കണ്ണിൽ തേച്ചത്. അല്ല, സാറ് തന്നെ വീട്ടില് നട്ട് വളർത്തിയ നല്ല ജൈവ പച്ചമുളക അനുഭവിച്ചു. അയ്യോ